ചാരപ്രവൃത്തി കേസിൽ NIA അന്വേഷണം കൂടുതൽ മലയാളികളിലേക്ക്. പാകിസ്ഥാന് തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തിയതായി സംശയം. കാർവാർ നാവിക താവളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തിയ കേസിലായിരുന്നു മലയാളി അടക്കം 3 പേർ അറസ്റ്റിലായിരുന്നത്. നാവികതാവളത്തിന്റെ ചിത്രങ്ങളും നാവിക നീക്കങ്ങളും കൈമാറിയതായാണ് സൂചന. കൊച്ചി, വിശാഖപട്ടണം കപ്പൽശാലകളിലെ വിവരങ്ങൾ ചോർത്തിയോയെന്നും സംശയമുണ്ട്. ഇത് സംബന്ധിച്ചും NIA വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നു. കൊച്ചി കപ്പൽശാലയിലെ മുൻ ട്രെയിനി കടമക്കുടി സ്വദേശി PA അഭിലാഷ്, ഉത്തര കന്നഡ ജില്ലയിൽ നിന്നുള്ള വേദൻ ലക്ഷ്മൺ ടണ്ടൽ, അക്ഷയ് രവി നായിക് എന്നിവരെയായിരുന്നു NIA കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. അഭിലാഷിനെ കടമക്കുടിയിലെ വീട്ടിൽ നിന്നായിരുന്നു പിടികൂടിയത്. ഇയാളുമായി ബന്ധമുള്ള മലയാളികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കാർവാർ നാവികതാവളത്തെക്കുറിച്ചുള്ള തന്ത്രപ്രധാന വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയതായാണ് കേസ്. ISI ഉൾപ്പെടെ പാക് രഹസ്യാന്വേഷണ ഏജൻസികൾ ഹണി ട്രാപ്പിലൂടെയാണ് വിവരങ്ങൾ ചോർത്തിയെടുത്തത്. കാർവാർ നാവികതാവളത്തിന്റെ ചിത്രങ്ങളും നാവിക നീക്കങ്ങളും കൈമാറിയതായാണ് NIA കണ്ടെത്തിയത്. വിവരങ്ങൾ ചോർത്തിയതിന് പ്രതിഫലവും ലഭിച്ചിരുന്നു. വിശാഖപട്ടണം കപ്പൽശാലയിലെ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയ കേസിൽ അഭിലാഷ് ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട പാക് ചാരവനിതയ്ക്ക് തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തി നൽകുകയായിരുന്നു. ജനം, കൊച്ചി.